നമസ്കാരം. ഏറ്റവും ഇടത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പുതിയ വ്യാപാര ആഴ്ചയിൽ ഇന്ത്യൻ വിപണി സർവകാല റെക്കോർഡ് വരെ തിരുത്തി കുറിക്കുമോ, അതുപോലെ തന്നെ NSEയുടെ നവംബർ മാസ എക്സ്പയറി ഒരു വെല്ലുവിളിയാകുമോ, ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ എന്തൊക്കെ, വിപണിയുടെ മുന്നിലുള്ള ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ, ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായി പങ്കുവെക്കുന്നത്. നമുക്ക് ആദ്യം വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 124 പോയിന്റ് അല്ലെങ്കിൽ 0.5% താഴ്ന്ന് 26,068 എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. സമാനമായി BSE മിക്ക സെൻസെക്സും 401 പോയിന്റ് താഴ്ന്ന് 87,232 എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഒരു ബ്രോഡർ മാർക്കറ്റും ഒരു അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു കാണും. ബെഞ്ച് മാർക്കിനെക്കാട്ടും ഒരു കൂടുതൽ തിരിച്ചടി ബ്രോഡ് മാർക്കറ്റിൽ നേരിട്ടത് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിലും 1%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് സൂചികളൊക്കെ 1.5%-ഓളമുള്ള തിരിച്ചടി നേരിട്ട് കണ്ടു. പക്ഷേ എന്നിരുന്നാലും വെള്ളിയാഴ്ച ഒരു ശക്തമായ വെള്ളിയാഴ്ച ഒരു തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ, എല്ലാ ആഴ്ച കാലയളവിൽ നോക്കുമ്പോൾ നിഫ്റ്റി 0.5%-ലേറെ, സെൻസെക്സ് 0.25%-ഓളം ഉയർന്ന് ഒരു പോസിറ്റീവ് ബയസിലാണ് കഴിഞ്ഞ വീക്ക്ലി ബേസിസിൽ വീക്ക്ലി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആഴ്ചക്കാലങ്ങളിൽ നേട്ടത്തോടെ തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. IT, ഓട്ടോ, ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു ഉണർവാണ് ആഴ്ചക്കാലങ്ങളിൽ നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കാൻ പ്രധാനപ്പെട്ട ഓഹരി സൂചികളെ സഹായിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വ്യാപാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വ്യാഴാഴ്ച ഒരു നിലവിലുള്ള സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൻ്റെ തൊട്ടടുത്ത് വരെ 21 പോയിന്റ് അകലെ, അതായത് നിഫ്റ്റി നിലവിലെ സർവകാല റെക്കോർഡ് നിഫ്റ്റി എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 27 രേഖപ്പെടുത്തി 26,277 എന്ന നിലവാരമാണ്. ഇക്കഴിഞ്ഞ് വ്യാഴാഴ്ച ഉള്ള വ്യാപാരത്തിനിടെ ഇൻട്രാഡേ വ്യാപാരത്തിൽ 26,246 എന്നുള്ള ലെവൽ വരെ എത്തിയിരുന്നു. കേവലം 21 പോയിന്റ് മാത്രമുള്ള അകലത്തിലാണ് എത്തിയത്. അപ്പോൾ പക്ഷേ അതിനുശേഷം ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയും താഴേക്ക് പോരുകയും കണ്ടു. ഇപ്പോൾ വെള്ളിയാഴ്ച പ്രധാനമായിട്ടും അത് മറികടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നിരുന്നെങ്കിൽ പോലും US മാർക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രകടനത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലും തിരിച്ചടി നേരിടുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയും ഡോളറിനെതിരായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയ ദിവസമായിരുന്നു വെള്ളിയാഴ്ച. 89.450 എന്ന ലൈഫ് ടൈം ലോയിലേക്ക് ഡോളറിനെതിരായി ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യ നിരക്ക് ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയിരുന്നു. അപ്പം ഇടയ്ക്കൊരു സെല്ലിംഗ് പ്രഷർ കുറച്ചുകൊണ്ടെന്ന് FISൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയ വേളയിൽ കാണാനുമാകും. ഇപ്പം വെള്ളിയാഴ്ച നോക്കുമ്പോൾ 1,700 കോടി രൂപയാണ് ഇന്ത്യൻ ഓഹരികളിൽ നിന്നും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് വിറ്റുമാറിയത്. അപ്പോൾ അതൊരു ഈ ഒരു കറൻസി അഡ്ജസ്റ്റഡ് റിട്ടേൺസിന് വേണ്ടിയിട്ടുള്ള ഒരു FISൻ്റെ ശ്രമമായിട്ട് വേണം വ്യാഖ്യാനിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു നിഫ്റ്റി ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഓൾ ടൈം ഹൈന്ന് 210 പോയിന്റ് മാത്രം അകലെയാണുള്ളത് റെക്കോർഡ് ഹൈയിൽ നിന്നും. ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റത്തിനെ സൂചിപ്പിക്കുന്നൊരു ഘടകമായിട്ട് നമുക്കതിനെ കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ആഴ്ച നവംബർ മാസ അവസാന വ്യാപാര ആഴ്ചയിൽ അല്ലെങ്കിൽ പുതിയ വ്യാപാര ആഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ 5 ഘടകങ്ങളാണ് നമുക്ക് കാണാനാവുക. ഇതിലൊന്നാമത്തെ US മാർക്കറ്റിൻ്റെ പ്രകടനമാണ്. അപ്പം നോക്കുകയാണെങ്കിൽ US വിപണിയുടെ ഒരു പ്രകടനത്തിൽ നിന്നുള്ളൊരു ക്ലൂ, ഇന്ത്യൻ അനുകൂല സൂചനകളൊക്കെ ഇന്ത്യൻ വിപണിയും സംശീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ഫെഡറൽ റിസർവിൻ്റെ ന്യൂയോർക്ക് പ്രസിഡന്റ് ജോൺ വില്യംസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പലിശ നിരക്ക് എന്നുള്ള ഒരർത്ഥത്തിൽ നൽകിയൊരു കമൻറ്റ്, അദ്ദേഹം ചിലിയിൽ ഒരു യോഗത്തിനിടയിലാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയത്. പക്ഷേ അതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച അവസാന സെഷനിൽ US വിപണിയിലേക്ക് ശക്തമായൊരു മുന്നേറ്റം ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മികച്ചൊരു സ്റ്റാർട്ട് ഏഷ്യൻ മാർക്കറ്റിലും കിട്ടുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഡൗ ജോൺസ് ആയാലും US വിപണിയുടെ പ്രധാനപ്പെട്ട സൂചികളായ ഡൗ ജോൺസ് ആയാലും S&P 500 ആയാലും നാസ്ഡാക്ക് ആയാലും എല്ലാം മികച്ച നേട്ടത്തോടെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. നഷ്ടത്തിൽ നിന്നിരുന്നിടത്താണ് പെട്ടെന്ന് ഒരു തിരികെ കയറിയത്. ഇപ്പോൾ ജോൺ വില്യംസിൻ്റെ ഒരു കമൻറ്റാണ് അത് സംബന്ധിച്ച്, അതായത് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റാണ്. റൂം ഫോർ ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ പോളിസി റേറ്റ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ്. അപ്പോൾ അതിനെ തുടർന്നാണ് വിപണി കയറിയത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ US മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം, US ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ വിപണിയെയും പോസിറ്റീവായിട്ട് സ്വാധീനിക്കാം, അല്ലെങ്കിൽ US വിപണിയുടെ ഒരു നീക്കം ഇന്ത്യൻ വിപണിയും സ്വാധീനിക്കാൻ പറ്റുന്നൊരു ഘടകം തന്നെയാണ്. രണ്ടാമതായി നോക്കുകയാണെങ്കിൽ GDP ഡാറ്റ വരാനുണ്ട് ഇന്ത്യയുടേത്. അതൊരു ഒരു കീ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ വിപണി ഉറ്റുനോക്കുന്നൊരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ചും നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം ഭാഗത്തിൽ GDP റേഷ്യോ പ്രതീക്ഷയിലും മികച്ച നിലയിലായിരുന്നു രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ Q2 GDP-ന് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടറിൽ ഒരു ത്രൈമാസ കാലയളവിൽ GDP-യെ സംബന്ധിച്ചും ശക്തമായ പ്രതീക്ഷ തന്നെയാണുള്ളത്. 28-ാം തീയതി, അല്ലെങ്കിൽ നവംബർ 28 അല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ചയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിലേക്കുള്ള GDP
GDP ഡാറ്റ അനൗൺസ് ചെയ്യുക. അപ്പോൾ അത് മാർക്കറ്റ് ഇട്ട് നോക്കുന്നൊരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ ഒരു ക്വാർട്ടറിൽ ഒരു മികച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ. ഇപ്പം ജൂലൈ സെപ്റ്റംബർ 2024, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ സമാന ഭാഗത്തിൽ നോക്കുമ്പോൾ 5.6% നിരക്കിലായിരുന്നു സമാന ഭാഗത്തിൽ GDP വളർച്ച രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിനെക്കാട്ടും മികച്ചൊരു രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പം ക്വാർട്ടർ വണ്ണിൽ അതായത് നടപ്പ് സാമ്പത്തിക ഒന്നാം ഭാഗത്തിൽ 7.8% നിരക്കിലായിരുന്നു GDP വളർച്ച രേഖപ്പെടുത്തിയത്. അപ്പോൾ ഒരു സമാനമായിട്ടുള്ളൊരു നിരക്കിൽ GDP വളർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മാർക്കറ്റെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകം തന്നെയായിരിക്കും. പിന്നീട് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള ഒരു എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിലാണ്. അപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ചർച്ചകൾ പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്ന ഡീലിലേക്ക് എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ കുറേയൊക്കെ മുന്നേറ്റത്തിനൊരു വഴിയൊരുക്കിയത്. അപ്പം US ഇന്ത്യ ബൈലാറ്ററൽ ട്രേഡ് അല്ലെങ്കിൽ ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരികയാണെങ്കിൽ മാർക്കറ്റിനെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമായി മാറും. നിലവിലുള്ള ഒരു ചർച്ചകളുടെ ഭാഗമായിട്ട് വന്ന് രണ്ട് സർക്കാരുകളുടെ തലപ്പത്ത് അല്ലെങ്കിൽ ഭരണ തലപ്പത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകൾ പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ളൊരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രസ്താവനകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും മാർക്കറ്റിന് ആകാംക്ഷയോടാണ് വിട്ടു നോക്കുന്നത്, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. അപ്പോൾ ട്രേഡ് ഡീൽ സംഭവിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലുമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും മാർക്കറ്റിനെ ചലിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമായി മാറും. അപ്പം ഇത് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള എന്ത് പ്രഖ്യാപനങ്ങളും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതാണ്. പിന്നീട് നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി ആണെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഒരു പ്രകടനവും ഈ ഒരാഴ്ച നിർണായകമാണ്. പ്രത്യേകിച്ച് ഒരു ഓൾ ടൈം ഹൈ അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വെള്ളിയാഴ്ച 1700 കോടിയോളം രൂപയുടെ ഒരു വിൽപ്പന നടത്തിയിടും. ഇന്ത്യൻ രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് പോയൊരു വേളയിലാണ് അവർ അത് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ 188 കോടി രൂപയുടെ ഒരു വിൽപ്പന മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം വെള്ളിയാഴ്ച ആ ഒരു സെല്ലിംഗ് ഇല്ലായെങ്കിൽ ഒരുപക്ഷെ ഒരു നെറ്റ് ബൈയിങ് എന്നുള്ള രീതിയിൽ FISൻ്റെ ഒരു പൊസിഷൻ നിൽക്കേണ്ടതായിരുന്നു. വെള്ളിയാഴ്ച ഒരു 1766 കോടിയുടെ സെല്ലിംഗ് വന്നതാണ്. വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ നെറ്റ് സെല്ലിംഗ് 188 കോടിയിലേക്ക് എത്താനുള്ളൊരു കാര്യം. അപ്പം ഇപ്പോൾ ഇതോടെ നവംബറിലെ ഒരു FISൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 3788 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ട് മുന്നേയുള്ള മാസങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാസം തീരാറാകുന്ന വേളയിൽ പോലും ഒരു 4000 താഴെയുള്ളൊരു നെറ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് FISൻ്റെ ഒരു വിൽപ്പനയുടെ തോത് കുറഞ്ഞിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പം റേറ്റ് കട്ട് പോലെ പോസിറ്റീവായിട്ട് ഘടകങ്ങൾ സംഭവിക്കുന്നുണ്ട്. FISന് തിരിച്ചുവരാനുള്ള അവിടെ ടെക് സ്റ്റോക്കുകൾക്ക് ഒരു കറക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ FIS തിരിച്ചുവരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അവരുടെ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു എന്നുള്ളത് എന്തായാലും വ്യക്തമായി സൂചിപ്പിക്കുന്ന ഡാറ്റകളാണ് ഇത് മുന്നിലുള്ളത്. അപ്പോൾ എന്തായാലും മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ 3161 കോടി രൂപയുടെ ഒരു ബൈയിങ് ആണ് നടത്തിയിട്ടുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ. അപ്പോൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരു വശത്ത് ശക്തമായി നിലയുറപ്പിച്ചപ്പോൾ FISും കൂടെ ബൈ ചെയ്യുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഇതിനകത്ത് പോസിറ്റീവാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലെന്ന് കരുതുന്നു. പിന്നീട് റുപ്പി ഡോളറിൻ്റെ അഞ്ചാമതായിട്ടുള്ളൊരു ഘടകം റുപ്പി ഡോളറിൻ്റെ ഒരു നീക്കുപോക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച നോക്കുമ്പോൾ 89.65 വരെ ഒരു ലൈഫ് ടൈം ലോ അടിച്ചതിന് ശേഷം 89.61 എന്നുള്ള നിലവാരത്തിലാണ് രൂപയുടെ ഒരു വിനിമയ മൂല്യം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇറാൻ ഓയിലുമായി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില കമ്പനികൾക്കൊരു US-ൻ്റെ ഭാഗത്ത് ഉപരോധം ഏർപ്പെടുത്തിയുള്ള വാർത്തകളും ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് നീണ്ടുപോകുന്ന അത്തരമുള്ള മാക്രോ എക്കണോമിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസുമാണ് രൂപയെ പെട്ടെന്നൊരു ഒരു തിരിച്ചടിയിലേക്ക് നയിച്ചത്. ഇപ്പോൾ നിലവിലത്തെ രീതി നോക്കുകയാണെങ്കിൽ ഒരു ഡോളർ വീണ്ടും 100 മാർക്ക് ഡോളർ ഇൻഡെക്സ് ഡോളർ സൂചിക 100 എന്നുള്ള നിലവാരത്തിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 സെഷനിടയിൽ നോക്കുമ്പോൾ ഡോളർ ഇൻഡെക്സ് 1% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഒരു 3 മാസ കാലയളവിൽ നോക്കുമ്പോൾ ഒരു നേട്ടത്തിലാണ് ഡോളർ സൂചി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും രൂപയെ അതേസമയം നോക്കുകയാണെങ്കിൽ ഈ രൂപയുടെ വിനിമയ മൂല്യം അല്ലെങ്കിൽ ഡോളറിനെതിരായി ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ വർഷം 4.6% താഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നിലവിലത്തെ ഈ ഒരു ഘടകങ്ങളൊക്കെ, അതായത് വ്യാപാര കരാർ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സാങ്ഷൻസ് ഒക്കെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം കാണുമ്പോൾ കൂടുതൽ താഴ്ചയ്ക്കുള്ള സാധ്യതകളും കാണുന്നുള്ളതായിട്ടാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഡിസംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് രൂപയെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ട് മാറും. പക്ഷേ റേറ്റ് കട്ടിനെ സംബന്ധിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു ജോൺ വില്യംസിൻ്റെ ഒരു കമൻറ്റ് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. നിലവിൽ വന്നേക്കുന്ന ജോബ് ഡേറ്റയൊക്കെ പ്രകാരം നോക്കുമ്പോൾ ഡിസംബർ റേറ്റ് കട്ട് ഡിസംബറിൽ US-ലെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ മങ്ങിയതും ഒരു
നമ്മുടെ ട്രേഡിംഗ് ടൈമിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് ആ ഒരു പ്രതീക്ഷ മങ്ങിയതും രൂപയ്ക്ക് മേൽ സമ്മർദ്ദമേറ്റൊരു ഘടകമായിട്ടുണ്ട്. പക്ഷേ അവിടെ US പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് രൂപയ്ക്ക് തിരിച്ചു ഒരാൾ വഴിയൊരുങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ 88 രൂപയുടെ 88.50 എന്നുള്ള നിലവാരത്തിലേക്ക് തിരിച്ച് മടങ്ങിയെത്തുകയാണെങ്കിൽ അത് രൂപയ്ക്ക് ഇച്ചിരൂടെ ഒരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. ഇങ്ങനെയുള്ളത് FISൻ്റെ സെല്ലിങ്ങിനെയും ഒരു പുനർവിചിന്തനം നടത്തുന്ന ഘടകമായി മാറും. ഇനി വിപണിയിൽ ഈ ഒരാഴ്ച മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ വെള്ളിയാഴ്ച ഒരു വോൾട്ടേജ് സെഷൻ ആയിരുന്നു നമുക്ക് കാണാൻ. ചാർട്ട് നോക്കുമ്പോൾ തുടർച്ചയായി 2 ദിവസത്തെ ഒരു നേട്ടത്തിനും ഒരു ശേഷമാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സൂചികളും അന്ന് റെഡിലായിരുന്നു. എല്ലാ സെക്ടേഴ്സും പ്രധാനപ്പെട്ട എല്ലാം തന്നെ ഒരു നെഗറ്റീവിലായിരുന്നു കാണാം. നിഫ്റ്റി 26,100 താഴേക്ക് എത്തി. 26,068 നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഒരു വീക്ക്നെസ് വെള്ളിയാഴ്ച വെച്ച് നോക്കുമ്പോൾ ഒരു വീക്ക്നെസ് കാണുമ്പോൾ നിഫ്റ്റിയിൽ 26,000, 25,900 എന്നുള്ള ഒരു സോണിലൊരു ഹയർ ബോട്ടം ഫോം ചെയ്യാനുള്ള രൂപപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അടുത്ത കുറച്ച് സെഷനുള്ളിൽ. പക്ഷെ എന്തായാലും 1-2 ദിവസം കൺസൾട്ടേഷൻ ശേഷമാണെങ്കിലും ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് വരുന്ന ആഴ്ചയിൽ ബൗൺസ് ചെയ്യാനുള്ള, തിരിച്ച് വീണ്ടും കരകയറാനുള്ള സാധ്യതകൾ മുന്നിലുള്ളതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് വോൾട്ടാലിറ്റി ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ഫിയർ ഗേജ്. വിപണിയിലെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിന് തോത് വെളിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 10% ഏറെയാണ് ഒറ്റയടിക്ക് ഉയർന്നത്. അങ്ങനെ 13 എന്നുള്ള നിലവാരത്തിന് മുകളിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നിഫ്റ്റി മുന്നേറുമെന്ന് കരുതുന്ന ഒരു ബുൾസിനെ സംബന്ധിച്ച് ചെറിയൊരു കൺസേൺ ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. ആ ഒരു 13 എന്നുള്ള ഇന്ത്യ വിക്സ് സൂചികയുടെ ഒരു നിലവാരം 12 നിലവാരങ്ങളിലേക്ക് താഴുകയാണെങ്കിൽ, ഒന്ന് കൂൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഒരു ബുൾസിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മേൽക്കൈ കൊടുക്കുന്നൊരു ഘടകമായി മാറും. ഇന്ത്യ വിക്സ് സൂചിയുടെ ഒരു നീക്കവും നമ്മൾ നാളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചത്തെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു വീഴ്ചക്കിടയിൽ പോലും നിഫ്റ്റിക്ക് 5-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നിലവാരം 5-day EMA നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ 26,038 എന്നുള്ള ഒരു റേഞ്ചിലാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ 5-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നിലവാരം ഉള്ളത്. അതിന് താഴെ പോകുകയാണെങ്കിൽ 25,856 അല്ലെങ്കിൽ 25,850, അതായത് 21 DMA വരെ ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത അല്ലെങ്കിൽ കാണാനുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,800, 850 നിലവാരങ്ങളിലാണ് ഉള്ളത്. 25,840, 25,860 നിലവാരങ്ങളാണ് പിന്നീട് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. അപ്പം ഇതിന് താഴെ വീഴുകയാണെങ്കിലും ഒരു സെപ്റ്റംബർ ഒക്ടോബർ റാലിയുടെ, അതായത് 24,558 മുതൽ 26,104 വരെയാണെന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ റാലിയുടെ ഒരു 61.8% റീട്രേസ്മെൻറ്റ് ഏരിയ വരുന്നുണ്ട് 25,600. അവിടെ ഒരു 50-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 25,528 വരുന്നുണ്ട്. അപ്പം ആ രണ്ടും കൂടെയുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഇതിനെ താഴെ ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് മാറി എന്ന് കരുതേണ്ടത്. പക്ഷേ ഈ ഒരു ഏതെങ്കിലും ലെവലിൽ നിന്നൊരു സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി മേലോട്ട് നോക്കുകയാണെങ്കിൽ 26,270 നിലവിൽ ഓൾ ടൈം ഹൈ ആണ്, ഒരു ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് ആയിട്ട് മുന്നിലുള്ളത്, ഒരു പ്രതിബന്ധമായിട്ട് മുന്നിലുള്ളതും. അത് മറികടക്കുകയാണെങ്കിൽ 26,300 നിലവാരങ്ങളിലേക്ക് എത്തും. അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് 26,800 വരെയൊക്കെ പോലുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴത്തെ രീതിയിലൊന്ന് മെച്ചപ്പെടണമെങ്കിൽ നിഫ്റ്റി 26,150, 160 എന്നുള്ളൊരു നിലവാരത്തിന് മുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പം F&O നോക്കുകയാണെങ്കിലും 26,200 എന്നുള്ള സ്ട്രൈക്കിലെ കോൾസിലൊക്കെ ഒരു ഹെവി റൈറ്റിംഗ് നമുക്ക് കാണാൻ കഴിയും. മന്ത്ലി എക്സ്പയറിയുടെ വേണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കാണാം. അപ്പോൾ 26,200 മുകളിൽ സസ്റ്റെയിൻ ഒരു ഡിസിസീവായിട്ടുള്ളൊരു മൂവ്, ശക്തമായിട്ടൊരു മൂവ് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജത്താൽ തന്നെ 26,400 അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ അടിക്കാനുള്ള സാധ്യതകളും അതിന് ട്രിഗർ നൽകാനും കഴിയുന്നൊരു ഘടകമാണ്. അപ്പോൾ എന്തായാലും നവംബർ മന്ത്ലി എക്സ്പയറി ഉള്ളതിനാൽ, നവംബർ 25-ന് NSE F&Oകളുടെ മന്ത്ലി എക്സ്പയറി ഉള്ളതിനാൽ 2 ദിവസം മാർക്കറ്റ് വോൾട്ടൈലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് INR ഇന്ത്യൻ രൂപയുടെ ഡോളറിനെതിരായുള്ള വിനിമയ നിരക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 88.5 എന്നുള്ള നിലവാരത്തിന് താഴേക്ക് അല്ലെങ്കിൽ രൂപ ശക്തിപ്പെടുകയാണെങ്കിൽ അത് ബുൾസിനെ സംബന്ധിച്ചില്ലെങ്കിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമാണ്. അപ്പം എന്തായാലും ഈ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട 26,000, 25,900 എന്നുള്ള സോണിനിടയിലാണ്. അപ്പോൾ അപ്പം ഒരു സ്ട്രോങ് സപ്പോർട്ട് 26,000, 25,900 എന്നാണ്. അപ്പം നവംബർ എക്സ്പയറി കഴിയുന്നിടം വരെ ഈ ഒരു 26,200 അല്ലെങ്കിൽ 26,200 ഒന്നിൽ ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നവംബർ എക്സ്പയറി കഴിയുന്നിടം വരെ 26,000, 25,900 ആ ഒരു സപ്പോർട്ട് കണക്കാക്കി ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിക്കുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ എന്തായാലും കാര്യങ്ങൾ ഇത്തിരി
ഇച്ചിരി വെല്ലുവിളിയൊക്കെ ഉണ്ടെങ്കിൽ പോലും തിരിച്ചു വരാനുള്ള ശക്തമായ സാധ്യതകളും മുന്നിൽ അവശേഷിക്കുന്നു. ഒരു കോഷ്യസ് ഒപ്റ്റിമിസം തുടരാമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എക്സ്പയറി വരെ ഒരു വോൾട്ടേൽ ആവാം. 26,000 25,900 എന്നുള്ളൊരു സപ്പോർട്ടിലെടുത്ത് റേഞ്ച് ബൗണ്ടിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ 26,200 മറികടന്ന് ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാൻ വലിയ താമസമില്ല. ചില വെല്ലുവിളികളും മുന്നിലുണ്ട്. പക്ഷേ തിരിച്ചു വരാനുള്ള ശക്തമായ സാധ്യതകൾ അവശേഷിക്കുന്ന ഒരു കോഷ്യസ് ഒപ്റ്റിമിസം തുടരാമെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഈ ലെവൽസ് ശ്രദ്ധിക്കാനാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് മാർക്കറ്റ് അനലിസ്റ്റ് അല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. പ്രയോഗി ആഴ്ച നല്ലതായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക മാർഗ്ഗദർശനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.